Hi all, welcome to I Plus Training Solutions. കേട്ടിട്ട് കാറ്റഗറി 3 സോഷ്യൽ സയൻസിന്റെ PYQ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ജൂണിൽ നടന്നിട്ടുണ്ടായിരുന്ന കേട്ടിട്ട് സോഷ്യൽ സയൻസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആയതിന്റെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ മുൻ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിന്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ 11ാമത്തെ ചോദ്യമാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 11ാമത്തെ ചോദ്യമാണ്. അതായത് സോഷ്യൽ സയൻസ് സെക്ഷനിലെ 11ാമത്തെ ചോദ്യം കേട്ടോ. ഓക്കെ, ദ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെന്റ് ഈസ് പ്രിസൈഡ് ഓവർ ബൈ. പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് അതിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ പ്രസിഡന്റ്, ലോക്സഭ സ്പീക്കർ, പ്രൈം മിനിസ്റ്റർ, ദ വൈസ് പ്രസിഡന്റ്. 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. നോക്കാം. ഓപ്ഷൻ ബി, ദ ലോക്സഭ സ്പീക്കർ ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കറാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 118(4) ഈ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 118 ബ്രാക്കറ്റിൽ 4 കേട്ടോ. അതായത് എന്താണ് ആർട്ടിക്കിൾ 118(4) പറയുന്നത്? സ്പീക്കർ ആണ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. അതുപോലെ രാജ്യസഭയുടെ ചെയർമാനുമായിട്ടും ലോക്സഭാ സ്പീക്കറുമായിട്ടും കൂടിയാലോചിച്ചാണ് പ്രസിഡന്റ് നടപടിക്രമങ്ങൾ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുമാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇനി ഇൻ കേസ് ലോക്സഭ സ്പീക്കർ ഇല്ലാത്ത പക്ഷം അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആണ്. ഇനി ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ല എന്നുണ്ടെങ്കിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് അധ്യക്ഷത വഹിക്കുന്നത്. അപ്പോൾ പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കർ ആണ്. ഇൻ കേസ് ലോക്സഭ സ്പീക്കർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആണ് അധ്യക്ഷത വഹിക്കുന്നത്. എന്നാൽ ഈ ലോക്സഭ സ്പീക്കറും ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലാത്ത പക്ഷമാണെങ്കിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് ഈ ഒരു സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. ദെൻ മറ്റു ഓപ്ഷൻസിലേക്ക് ഒന്ന് ജസ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷനിൽ പറയുന്നത് എന്താണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ഒരിക്കലും ഇത്തരത്തിൽ അധ്യക്ഷനാവാനായിട്ട് സാധിക്കില്ല. കാരണം പ്രസിഡന്റ് ആണ് ഈ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് തന്നെ. ആർട്ടിക്കിൾ 108 പ്രകാരം പ്രസിഡന്റ് ആണ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതിന് അധ്യക്ഷയൊന്നും വഹിക്കുന്നില്ല. ഇനി പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന് പാർലമെന്റ് സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നതിൽ യാതൊരു ഡ്യൂട്ടിയും ഇല്ല. ഇനി വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് രാജ്യസഭയുടെ ചെയർമാൻ ആണ് കേട്ടോ. അദ്ദേഹത്തിന് ഈ ജോയിന്റ് സിറ്റിംഗിൽ അധ്യക്ഷത വഹിക്കാനായിട്ട് കഴിയില്ല. കാരണം അദ്ദേഹം പാർലമെന്റിന്റെ 2 സഭകളിലും അംഗമല്ലാത്ത ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ലോക്സഭ സ്പീക്കർ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. 12ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നൽകിയിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ് ഈസ് എ വാം കറന്റ്. വെസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ് ഈസ് എ വാം കറന്റ്. ബോത്ത് ഈസ്റ്റ് ഓസ്ട്രേലിയൻ ആൻഡ് വെസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ് ആർ വാം കറന്റ്സ്. ബോത്ത് ഈസ്റ്റ് ഓസ്ട്രേലിയൻ ആൻഡ് വെസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ്സ് ആർ കോൾഡ് കറന്റ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ് ഈസ് എ വാം കറന്റ്. നമ്മൾ ഓഷ്യൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ കോൾഡ് കറണ്ടും അതുപോലെ തന്നെ വാം കറണ്ടിനെ കുറിച്ചിട്ടും എന്താണ് കറണ്ട്സ് എന്നും, അതായത് കറണ്ട്സ് എന്ന് പറയുന്നത് സമുദ്രജല പ്രവാഹങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയാ അല്ലെ, ഓഷ്യാനിക് കറണ്ട്സിന്. അപ്പോൾ ശീതജല പ്രവാഹവും ഉണ്ട്, ഉഷ്ണജല പ്രവാഹവും ഉണ്ട്. കോൾഡ് കറണ്ടും ഉണ്ട്, വാം കറണ്ടും ഉണ്ട്. ഓരോ ഓഷ്യനിലും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള കറണ്ട്സ് ഉണ്ട് കേട്ടോ, അറിയാലോ. ഈ ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വാം കറണ്ട് ആണ്. പസഫിക് ഓഷ്യനിലാണ് ഉള്ളത്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്തു കൂടി സൗത്തിലേക്കാണ്, തെക്കോട്ടാണ് ഈ ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് ഒഴുകുന്നത്. ഇനി വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കോൾഡ് കറണ്ട് ആണ്. ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ തീരത്തു കൂടി വടക്കോട്ട് ഒഴുകുന്ന ടൈപ്പ് കറണ്ട് ആണ് ഇത്. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, ഇന്ത്യൻ ഓഷ്യനിലാണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് ഒരു വാം കറണ്ട് ആണ്.
ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു പോയിന്റ് കൂടി പഠിക്കുക. വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് ഒരു കോൾഡ് കറണ്ട് ആണ്. അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം. ദ ഗ്രേഡ് ഓഫ് കോൾ മോസ്റ്റ്ലി മൈൻഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കൂടുതലായിട്ടും മൈൻ ചെയ്തെടുക്കുന്ന കോൾ ഏതാണ്, അതിന്റെ ഗ്രേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രസൈറ്റ്. ഓപ്ഷൻ സി ബിറ്റുമിനസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. കോൾ അഥവാ കൽക്കരി, അതിന്റെ പല ഗ്രേഡുകൾ, പല തരങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലുള്ള കാർബണിന്റെ ഒരു അളവ്, അതുപോലെ ഹീറ്റിംഗ് വാല്യൂ, മോയ്സ്ചർ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കൽക്കരിനെ, അതായത് കോളിനെ 4 തരത്തിൽ 4 പ്രധാന ഗ്രേഡുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഗ്രേഡ് എ ആണ് പീറ്റ് എന്ന് പറയുന്ന വിഭാഗം. അതിൽ കാർബണിന്റെ അളവ് എന്ന് പറയുന്നത് 40% കുറവാണ്. ഏറ്റവും നിലവാരം കുറഞ്ഞതാണ്. അതുപോലെ ഉയർന്ന ഈർപ്പം, അതുപോലെ ധാരാളം പുകയോട് കൂടിയിട്ട് കത്തുക, അങ്ങനത്തെ ആണ് അതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വളരെ വ്യാപകമായിട്ടൊന്നും തന്നെ ഈ പീറ്റ് മൈനിങ് ചെയ്യുന്നില്ല കേട്ടോ. അടുത്തതാണ് ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റ് അതിൽ കാർബണിന്റെ അളവ് എന്ന് പറയുന്നത് 40 to 55% വരെയാണ്. ബ്രൗൺ കൽക്കരി എന്നറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നുണ്ട്. കുറഞ്ഞ ഒരു ഹീറ്റിംഗ് കപ്പാസിറ്റി ആണ് ഉള്ളത്. ഈ ഒരു ടൈപ്പ്, ഈ ഒരു ഗ്രേഡ് കോള് പ്രധാനമായിട്ടും തമിഴ്നാട്ടില്, അതുപോലെ രാജസ്ഥാനില്, ഗുജറാത്തില് എന്നിവിടങ്ങളിലൊക്കെ മൈനിങ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലെ നെയ്വേലി എന്ന സ്ഥലത്താണ് കേട്ടോ പ്രധാനമായിട്ടും ഖനനം ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ബിറ്റുമിനസ്. 60 to 80% വരെയാണ് ഇതിൽ കാർബണിന്റെ അളവ്. ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു ഗ്രേഡ് കോളാണ് ബിറ്റുമിനസ്. ഹൈ ഹീറ്റിംഗ് വാല്യൂ ആണ്. അതുപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റ്സിലൊക്കെ എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ഇന്ത്യയിൽ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ബിറ്റുമിനസ് കോള് മൈനിങ് ചെയ്യുന്നത്. അടുത്തതാണ് ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത് അതിൽ കാർബണിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് 80%-ത്തേക്കാളും കൂടുതലാണ്. ഓക്കെ, ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയുള്ള, ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ള, വളരെ കടുപ്പമുള്ള ഒരു ടൈപ്പ് കോളാണ് ആന്ത്രസൈറ്റ്. ഇത് ഒരു ചെറിയ അളവിൽ നമ്മുടെ പ്രധാനമായിട്ടും ജമ്മു കാശ്മീർ മേഖലയിലൊക്കെ കാണപ്പെടുന്ന ഒരു ടൈപ്പ് കോളാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണെന്നാണ് പറയുന്നത്? ബിറ്റുമിനസ് ആണ്. അതായത് ഇന്ത്യയിലെ കൽക്കരിയുടെ ഒരു മൈനിങ് ഉണ്ടല്ലോ, അതിൽ മൈനിങ്ങിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള ഒരു ശേഖരം, കൽക്കരിയുടെ ഒരു ശേഖരത്തിന്റെ ഭൂരിഭാഗവും, അതായത് ഒരു 90%-ത്തിലധികവും കാണപ്പെടുന്നത് ഈ ബിറ്റുമിനസ് കോളാണ്. ഇന്ത്യയുടെ തെർമൽ പവർ പ്ലാന്റിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയാവുന്ന ഒന്നാണ് ഈ ബിറ്റുമിനസ് കോള്. ലിഗ്നൈറ്റ് ഇന്ത്യയിലെ മൈനിങ് ചെയ്യുന്നുണ്ട് എങ്കിലും അതിന്റെ ഒരു ഉൽപാദനത്തിന്റെ അളവ് എന്ന് പറയുന്നത് ബിറ്റുമിനസ് കോളിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടേം ഡെമോക്രസി ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് ലാംഗ്വേജ്? ലാറ്റിൻ, ഫ്രഞ്ച്, ഗ്രീക്ക്, റോമൻ. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ നിന്ന് ഏതിൽ നിന്നാണ് ഡെമോക്രസി എന്ന ടേം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഡെമോക്രസി, ജനാധിപത്യം എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് എവിടുന്നാണ്? ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഏതാണ്? രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് കേട്ടോ ഈ ഡെമോക്രസി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഡെമോസ്, അതുപോലെ തന്നെ ക്രാറ്റോസ്. ഡെമോസിന്റെ അർത്ഥം എന്താണ്? പീപ്പിൾ അല്ലെങ്കിൽ കോമൺ പീപ്പിൾ എന്നാണ് ഡെമോസിന്റെ അർത്ഥം വരുന്നത്. ക്രാറ്റോസിന്റെ അർത്ഥം വരുന്നത് റൂൾ അല്ലെങ്കിൽ പവർ എന്നാണ്. അപ്പോൾ ആ ഒരു 2 വേർഡും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഡെമോക്രാഷ്യ എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. റൂൾ ബൈ ദ പീപ്പിൾ എന്നാണ് അതിന്റെ ഒരു വേർഡ് മീനിങ്, ലിറ്റററി മീനിങ് വരുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മൾ ഓരോ വേർഡ്സ് ഇതുപോലത്തെ പഠിക്കുമ്പോഴും അതിന്റെ ഒറിജിൻ, റൂട്ട് വേർഡ് ഏതാണ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കണം. നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അതിൽ വേദ ഏത് വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്, അതിന്റെ റൂട്ട് വേർഡ് എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ കുറേ ടേംസ് ഉണ്ട് കേട്ടോ അത്തരത്തിൽ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ഒന്ന് പഠിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ എക്കണോമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഹ്യൂമൻ ക്യാപിറ്റൽ റെഫേഴ്സ് ടു. അപ്പോൾ എക്കണോമിക്സിൽ
ഹ്യൂമൻ ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രൈവറ്റ് സെക്ടർ, ദ സ്കിൽ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റഡ് ഇൻ ദ എക്കണോമി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഹ്യൂമൻ ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനം എന്നാണ് മലയാളത്തിൽ അതിനെ പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ, മനുഷ്യനിലുള്ള മൂലധനം എന്താണ്? സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കഴിവ്, നമ്മളുടെ വിദ്യാഭ്യാസം, നമ്മുടെ ആരോഗ്യം, അതൊക്കെയാണ് നമുക്ക് സ്വന്തമായിട്ട് എന്ന് പറയാവുന്ന ഒരു മൂലധനം, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദ സ്കിൽ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ. അടുത്ത ചോദ്യം, വിന്റർ റെയിൻഫാൾ ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് മെയിൻലി ഡ്യൂ ടു. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ പാർട്ട്, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലെ വിന്റർ റെയിൻഫാളിനുള്ള കാരണം, പ്രധാനപ്പെട്ട കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൺസൂൺ വിൻഡ്സ്, കൺവെക്ഷൻ, ട്രോപ്പിക്കൽ സൈക്ലോൺസ്, വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്. 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്, നോക്കാം. ഓപ്ഷൻ ഡി, വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ എന്താണ് ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത്? അതായത് മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ രൂപപ്പെടുന്ന ഒരു എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ഒരു സിസ്റ്റമാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ വിന്റർ സീസണിൽ അല്ലെങ്കിൽ വിന്റർ ഉള്ള ആ ഒരു മന്ത്സ്, അതായത് നവംബർ മുതൽ മാർച്ച് വരെയുള്ള ആ ഒരു സമയങ്ങളിൽ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലൂടെ ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചിട്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തുന്നത്. അപ്പൊ ഏതി കൂടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്? ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലൂടെ ഈസ്റ്റിലേക്ക്, കിഴക്കോട്ട് സഞ്ചരിച്ചിട്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എത്തുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഈർപ്പം കൊണ്ടുവരുന്നതാണ്. അത് ഉയർന്ന ഹിമാലയൻ പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയായിട്ടും അതുപോലെ സമതലങ്ങളിൽ ചെറിയ തോതിലോ അല്ലെങ്കിൽ മിതമായതോ ആയിട്ടുള്ള മഴയായിട്ടും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള റാബി വിളകളുണ്ടല്ലോ, റാബി വിളകൾക്ക് പ്രത്യേകിച്ച് ഗോതമ്പ് കൃഷിക്കൊക്കെ വളരെ നിർണായകമായിട്ടുള്ള ഒരു മഴയാണ് ഈ വിന്റർ റെയിൻഫോൾ. അപ്പോൾ എവിടങ്ങളിലൊക്കെയാണ് ഈ ഒരു വിന്റർ റെയിൻഫോൾ ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ആ സ്റ്റേറ്റുകളുടെ പേരും കൂടി ഒന്ന് പറയാം. നമുക്കറിയാം നോർത്ത് വെസ്റ്റേൺ പാർട്ട് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, പിന്നെ രാജസ്ഥാനിന്റെ ചില ഭാഗങ്ങളിൽ, ഈ ഒരു ഭാഗങ്ങളിലൊക്കെയാണ് ശൈത്യകാലത്ത് മഴയ്ക്ക് ഇങ്ങനെ കാരണമാവുന്നത്. അതിന് കാരണം എന്താണ്? വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ആണ്. മറ്റു ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൺസൂൺ കാറ്റുകളാണ് അല്ലെ ഓപ്ഷൻ എയിൽ പറയുന്നത്. ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വേനൽക്കാലത്ത്, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഓക്കെ, അപ്പൊ ഇത് ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മഴ നൽകുന്നുണ്ട്. അതല്ലാതെ വടക്ക് പടിഞ്ഞാറ് പ്രദേശങ്ങളിലെ ശൈത്യകാലത്തുള്ള മഴയ്ക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് വേനൽക്കാലത്താണ് ഇതിൽ മഴ ഉണ്ടാകുന്നത്, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്ത്. ഓക്കെ, ഇനി സംവഹനം, അതായത് കൺവെക്ഷൻ. എന്താണ് സംവഹനം എന്ന് പറയുന്നത്? കൺവെക്ഷൻ റെയിൻഫോൾ എന്ന് പറയുന്നത് എന്താണ്? അത് റീജിയണൽ ആയിട്ടുള്ള സംഭവിക്കുന്നതാണ് അല്ലെ. അതായത് ഇടിമിന്നലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സമയത്തേക്ക് ഒരു കനത്ത മഴയ്ക്ക് കാരണമാകുന്ന ഒന്നാണ് ഈ കൺവെക്ഷൻ എന്ന് പറയുന്നത്. മൺസൂണിന് മുമ്പുള്ള മാസങ്ങളിലോ അല്ലെങ്കിൽ വേനൽക്കാലത്തോ ഒക്കെ ആയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. നെക്സ്റ്റ്, ട്രോപ്പിക്കൽ സൈക്ലോൺസ് അഥവാ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ. ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ അറബിക്കടലിലുമായിട്ടാണ് ഈ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അഥവാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് രൂപപ്പെടുന്നത്. മൺസൂണിന് മുമ്പുള്ളതും അതുപോലെ മൺസൂണിന് ശേഷമുള്ളതുമായിട്ടുള്ള മാസങ്ങളിൽ പ്രത്യേകിച്ച് കിഴക്കൻ തീരദേശ മേഖലകളിലൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്. കനത്ത മഴയ്ക്ക് കാരണമാവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഫോംഡ് ദ സ്വരാജ് പാർട്ടി? സ്വരാജ് പാർട്ടി ഫോം ചെയ്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്, സൂര്യസെൻ ആൻഡ് ലാല ഹർദയാൽ, ഭഗത് സിംഗ്, സിആർ ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടി ഫോം ചെയ്തത് ആരാണ്? സിആർ ദാസ് മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് അല്ലെ. സിആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാർട്ടി ഫോർമലി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ്യ പാർട്ടി എന്നായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ
ടു പ്രോമിനന്റ് ലീഡേഴ്സ് ആയിട്ടുണ്ടായിരുന്ന CR ദാസ്, ചിത്തരഞ്ജൻ ദാസ് എന്നാണ് ഫുൾ നെയിം കേട്ടോ. അദ്ദേഹവും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ്. മോത്തിലാൽ നെഹ്റു ആരാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവാണ് കേട്ടോ. ഇപ്പൊ ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ഒരു പാർട്ടി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഫൗണ്ടേഷൻ ടൈമിൽ CR ദാസ് ആയിരുന്നു പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. മോത്തിലാൽ നെഹ്റു ആയിരുന്നു സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത്. ജാനുവരി 1, 1923 ഈ ഒരു സ്വരാജ് പാർട്ടി ഫോം ചെയ്യുന്നത്. മഹാത്മാഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഈ ചൗരി ചൗര ഇൻസിഡന്റിന് ശേഷം നിർത്തിവെക്കുന്നുണ്ടല്ലോ. അതായത് 1922 ചൗരി ചൗര ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പൊ അതിനുശേഷം ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനുശേഷമാണ് 1923 ജാനുവരി 1 സ്വരാജ് പാർട്ടി ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ ആണ്. ഇൻ മിഡീവൽ കേരള ദ ലാൻഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ടെമ്പിൾസ് ഈസ് നോൺ ആസ്, അതായത് ടെമ്പിളിന്റെ അണ്ടറിലുള്ള ലാൻഡ് എന്താണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് മിഡീവൽ കേരളയിൽ. ചേരിക്കൽ, ദേവസ്വം, ബ്രഹ്മസം, അഗ്രഹാര, 4 ഓപ്ഷൻസ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. നമ്മുടെ അമ്പലത്തിനെ സംബന്ധിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ദേവസ്വം ബോർഡ് എന്നൊക്കെയല്ലേ പറയാ. അപ്പൊ ഈ അമ്പലത്തിന്റെ വകയായിട്ടുള്ള ടെമ്പിൾ കൺട്രോൾ ചെയ്യുന്ന ലാൻഡിനെ മിഡീവൽ കേരളയില് ദേവസ്വം ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ബ്രഹ്മസം ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മണന്മാരുടെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരുടെ അണ്ടർ കൺട്രോളിൽ ഉണ്ടായിരുന്ന ലാൻഡാണ് ബ്രഹ്മസം ലാൻഡ് എന്ന് പറയുന്നത്. ഇനി ചേരിക്കൽ ലാൻഡ് എന്ന് പറയുന്നത് കിങ്ങിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ലാൻഡാണ് ചേരിക്കൽ ലാൻഡ്. ഇനി അഗ്രഹാരാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രഹാര എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാർക്ക് താമസിക്കാനായിട്ട് ഗ്രാൻഡായിട്ട് റോയൽ ഗ്രാൻഡായിട്ട് നൽകുന്ന ടാക്സ് ഫ്രീ ആയിട്ടുള്ള ലാൻഡാണ് അഗ്രഹാര. അത് ഒരു ജസ്റ്റ് ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് മാത്രമായിട്ട് നമുക്ക് അതിനെ പറയാൻ വേണ്ടി പറ്റില്ല. അവിടെ സോഷ്യോ എക്കണോമിക് അതുപോലെ റിലീജിയസ് സെന്റേഴ്സും അതുപോലെ ഒരു സ്പെസിഫിക് സ്ട്രക്ചറും പർപ്പസും ഒക്കെയുള്ള സ്ഥലമാണ് ഈ അഗ്രഹാര എന്ന് പറയുന്നത്. അപ്പൊ ചേരിക്കൽ ലാൻഡ് എന്താണ്, ദേവസ്വം എന്താണ്, ബ്രഹ്മസം എന്താണ്, അഗ്രഹാര എന്താണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ. നെക്സ്റ്റ്, വാട്ട് ഈസ് മെൻ ബൈ ക്യാപിറ്റൽ റിസീപ്റ്റ് ഇൻ ഗവൺമെന്റ് ബഡ്ജറ്റ്? ഗവൺമെന്റ് ബഡ്ജറ്റിൽ ക്യാപിറ്റൽ റിസീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിസീറ്റ് ദാറ്റ് ഗവൺമെന്റ് റിസീവ്സ് ഫ്രം ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. ദെൻ ഓപ്ഷൻ ബി, റിസീപ്റ്റ് ദാറ്റ് അറൈസ് ഫ്രം ബോറോയിങ് ഓർ സെയിൽ ഓഫ് അസറ്റ്സ്. ഓപ്ഷൻ സി, receipts from public enterprises and services. Option D, receipts that are used for the development of human resources. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. Receipts that arise from borrowing or sale of asset. അപ്പോൾ ഈ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ്, അതായത് മൂലധന വരുമാനം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം. അതായത് ഗവൺമെന്റിന് ഒരു ബേർഡൻ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സാമ്പത്തിക ആസ്തികൾ കുറയ്ക്കുകയോ ചെയ്യുന്ന ടൈപ്പ് വരുമാനങ്ങളാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാവുന്നത്. സോ അത്തരത്തിൽ വരുന്ന അതിന് സ്യൂട്ട് ആവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. റിസീപ്റ്റ് ദാറ്റ് അറൈസ് ഫ്രം ബോറോയിങ് ഓർ സെയിൽ ഓഫ് അസെറ്റ്. അതായത് കടം വാങ്ങുന്നതിലൂടെയോ ആസ്തികൾ വിൽക്കുന്നതിലൂടെയോ ഉണ്ടാവുന്ന വരുമാനം. അത്തരത്തിലുള്ള വരുമാനം എന്ന് പറയുന്നത് ഒരു ആവർത്തന സ്വഭാവം അതിനില്ല അല്ലെ. ഒരു സാധനം നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അത് വിറ്റതാണ്, പിന്നെ ആ ഒരു വിറ്റ സാധനത്തിന്റെ പുറത്ത് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. അപ്പൊ വിൽക്കുമ്പോൾ എത്ര പൈസ കിട്ടിയോ ആ ഒരു പൈസ മാത്രമേ നമ്മുടെ ഉണ്ടാവുള്ളൂ അല്ലെ. അത്തരത്തിലുള്ള റെസിപ്റ്റുകളാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ബഡ്ജറ്റിലെ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 20th ക്വസ്റ്റ്യൻ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മെഷേഴ്സ്. എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്? എക്കണോമിക് ഗ്രോത്ത്, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഓഫ് നേഷൻ, സോഷ്യൽ വെൽബീയിങ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, അവൈലബിലിറ്റി ഓഫ് നേച്ചുറൽ റിസോഴ്സസ് ഇൻ ആൻ എക്കണോമി. സിമ്പിൾ ആണ് അല്ലെ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI എന്താണ് മെഷർ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI മെഷർ ചെയ്യുന്നത് സോഷ്യൽ വെൽബീയിങ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ്. HDIനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ HDI ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാനി എക്കണോമിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന മഹബൂബ് ഉൽ ഹക്ക് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ വംശജനായിരുന്നു അമർത്യ സെൻ. 1919 യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റൽ പ്രോഗ്രാം അതായത് UNDP
ഒഫീഷ്യലി ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു HDI ഒഫീഷ്യലി അക്സെപ്റ്റ് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. HDIയുടെ 3 ഡയമെൻഷൻസ് അല്ലെങ്കിൽ 3 ആസ്പെക്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, ആരോഗ്യമാണ്. അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത് തന്നെ നോളജ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അതായത് മീൻസ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, എത്ര വർഷം സ്കൂളിൽ പോയി എന്നുള്ള ഒരു കാര്യം. ദെൻ അടുത്തത് എ ഡീസെന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവിടെ GNI അതായത് ഗ്രോസ് നാഷണൽ ഇൻകം ആണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അതായത് ഓരോരുത്തർക്കും ലഭിക്കുന്ന ഒരു ഇൻകം ഉണ്ടല്ലോ അത്. HDIയുടെ വാല്യൂ കണക്കാക്കുന്നത് 0 മുതൽ 1 വരെയാണ്. HDIയുടെ വാല്യൂ ഓക്കെ, 1 റെപ്രസെന്റ് ചെയ്യുന്നത് ഹയസ്റ്റ് ലെവൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്, 0 റെപ്രസെന്റ് ചെയ്യുന്നത് ലോവസ്റ്റ് ലെവൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു ഡിസ്കഷനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത 10 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്